So let's discuss EIZ analysis in detail. First, we are going to learn about the economic analysis. The first and foremost step followed in the approach of fundamental analysis is the overall analysis of the general economy. ആദ്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എക്കണോമിക്കിനെ കുറിച്ച് നമ്മുടെ ജനറൽ എക്കണോമിയെ കുറിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു. മീൻസ് ഇവാലുവേറ്റ് ചെയ്യലാണ് ആദ്യം ആവശ്യം. കാരണം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയർ പ്രൈസസിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെയധികം മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക ദ ഓവറോൾ ജനറൽ എക്കണോമിനെയാണ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലെ ഫിസിക്കൽ മോണിറ്ററി പോളിസിയും ആ ഫ്ലോ ഓഫ് ഫണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എല്ലാം ഡീൽ ചെയ്യുന്നതാണ് ഈ എക്കണോമിക് അനാലിസിസ്, ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം കാണണം വിച്ച് ആർ ദ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ എക്കണോമിക് അനാലിസിസ്. ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ അറിയണം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ദ അഗ്രികൾച്ചർ ഗ്രോത്ത്. ഇന്ത്യ ഈസ് എ അഗ്രികേറിയൻ കൺട്രിയാണ്. എപ്പോഴും ഒരു കൺട്രിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് അവിടെ വരുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മളൊരു അഗ്രികേറിയൻ കൺട്രി ആയതുകൊണ്ട് ഇവിടെ മെജോറിറ്റി പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നതും അഗ്രികൾച്ചറാണ്. സോ ഈ അഗ്രികൾച്ചറിൻ്റെ ഈ ഔട്ട്പുട്ടാണ് നമുക്ക് നമ്മുടെ അതർ സെക്ടേഴ്സിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അതിൻ്റെ ഇൻപുട്ട്. സോ ഈ അഗ്രികൾച്ചർ സെക്ടറിലെ പ്രോഗ്രസ് കറക്റ്റ്ലി നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. മാത്രമല്ല ഈ അഗ്രികൾച്ചർ സെക്ടർ നമ്മുടെ GDPയുടെ 1/3 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന്. നമ്മുടെ പ്രത്യേകം ഇന്ത്യ പോലെയുള്ള ഒരു അഗ്രേറിയൻ കൺട്രിയുടെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ക്ലിയർ ഇൻഡിക്കേറ്ററാണ് ഈ അഗ്രികൾച്ചർ ഗ്രോത്ത്. സെക്കൻഡ് വൺ ഈസ് ദ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഒരു നാഷണൽ ഇൻകം ഇതിലേക്കുള്ളൊരു another മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. And industrial growth helps the overall development of different industrial sectors, and finally it will reflect and the return as well as the price of the securities, which means it helps to forecast. By analyzing the industrial growth, we can easily forecast or predict the security prices in the stock market. Third one is the type of economy. അതായത് ഏത് പാറ്റേൺ ആണ്, ക്യാപിറ്റലിസ്റ്റ് ആണോ സോഷ്യലിസ്റ്റ് ആണോ അത് മിക്സഡ് എക്കണോമിയാണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞൊരു മിക്സഡ് എക്കണോമിയാണ്. ഇവിടെ പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഈ നമ്മുടെ ഗവൺമെൻറ് പോളിസീസ് ഇന്ത്യൻ എക്കണോമീനെ ഗൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് ഫിസിക്കൽ പോളിസീസ് എല്ലാം നമുക്കുണ്ടെന്ന് അറിയാം. അതെല്ലാം നമ്മുടെ ഈ ഒരു മിക്സഡ് എക്കണോമി ആയതുകൊണ്ട് ഈ റൂൾസ് ഈ നമ്മുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് എല്ലാം നമ്മുടെ ഈ പ്രൊഡക്ഷനെയും എല്ലാം വളരെയധികം ബാധിക്കും. മാത്രമല്ല നമുക്കറിയാം ഈ ഒരു പോളിസിയുടെ ഒരു ഇഫക്റ്റ് ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് ഫിസിക്കൽ പോളിസിയുടെ എല്ലാം ഇഫക്റ്റ് നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും കുറയാനൊക്കെ ഇത് സാധിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് എക്കണോമിക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. നെക്സ്റ്റ് ഇസ് എ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്നറിയാം മെയിൻലി 4 സ്റ്റേജാണുള്ളത്: ഡിപ്രഷൻ, റിക്കവറി, ബൂം ആൻഡ് റിസഷൻ. ഇതാണ് 4 സ്റ്റേജസ് ഓഫ് എ ബിസിനസ് സൈക്കിൾ. ഇത് ഡയറക്റ്റ് ഇഫക്റ്റ് ആണുള്ളത് നമ്മുടെ ഷെയർ പ്രൈസിന്. കാരണം ഓരോ സ്റ്റേജിലും ഓരോ കമ്പനിയും ഡിഫറെൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് സെക്ടറിലെ ഒരു കമ്പനിയുടെ ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്കിങ് സെക്ടർ എങ്ങനെയാണ് ആ ഒരു ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, അത് ബൂം പീരീഡിലാണോ അത് റിസഷനാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഇത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഷെയർ പ്രൈസസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തെ ഒരു എക്കണോമിയിലെ ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യുന്നതാണ് ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. It is the aggregate value of goods and services produced in the economy. So it will be a good indicator to determine the share prices. സോ നമുക്കത് അറിയണമെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിന് അത് ഫേവറബിൾ ആണ്, ഷെയർ പ്രൈസസ് ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അത് കൃത്യമാക്കി മനസ്സിലാക്കി തരാൻ ഈ GDP കുറിച്ച് കൊണ്ട് നമുക്ക് പറ്റും. ദെൻ ദ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പലപ്പോഴും ഈ ക്യാപിറ്റൽ മാർക്കറ്റ്
ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഈ സ്മോൾ സേവിങ്സ് കൊണ്ടാണ്. ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഈ സ്മോൾ സേവിങ്സ് എല്ലാം മൊബിലൈസ് ചെയ്ത് അത് ഈ മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള അതുപോലെ തന്നെ ബിസിനസ് ഫേംസ് അതിന് കൊടുത്ത് അവരെ വഴി നമ്മളതിനെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ ഈ ഡെപ്പോസിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്, ചീറ്റ് ഫണ്ട്സ് എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഈ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു നാട്ടിലെ ആ ഒരു ജനങ്ങളുടെ പീപ്പിളിൻ്റെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി എങ്ങനെയാണ്? അവർ കൂടുതൽ താല്പര്യമുള്ളവരാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്താ അർത്ഥം വരുന്നത്? നമ്മുടെ രാജ്യം, നമ്മുടെ കൺട്രി കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആകും, which helps to create more employment as well as income. So net result will be the increase in the stock prices. Stock price കൂടും. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. അതേസമയം ഒരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനോട് താല്പര്യമില്ലാത്ത പീപ്പിളാണ്, ഇൻഡിവിജ്വൽസ് ആണ് സൊസൈറ്റിയിലാണെങ്കിൽ ഒരിക്കലും അത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവില്ല. കൂടുതൽ കമ്പനീസോ ഒന്നും ഉയർന്നു വരില്ല. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് കൂടില്ല, ഇൻകം ലെവൽ കൂടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഷെയർ പ്രൈസസ് താഴേക്ക് പോകും. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റോക്ക് പ്രൈസസും തമ്മിൽ എക്സാക്റ്റ് വലിയ ബന്ധമില്ലെങ്കിലും നമുക്ക് കുറേ അറിയാൻ പറ്റും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ തന്നെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ എക്കണോമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിനെ എത്രത്തോളം ഈസിയർ ആയിട്ട് ക്രെഡിറ്റ് അവൈലബിൾ ആക്കാൻ പറ്റും. അതായത് ഏതൊക്കെ കോസ്റ്റിലാണ് നമുക്ക് ഈ ലോൺസ് എല്ലാം അവൈലബിൾ ആകാൻ പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർക്ക് ഫണ്ട് അവൈലബിൾ ആണെന്ന് വെച്ചാൽ എന്താർത്ഥം? അവർക്ക് ആ ഓപ്പറേഷൻ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഡെറ്റ് ഫണ്ട്സ് അവർക്ക് ലോ റേറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിക്ക് കുറച്ചുകൂടി പ്രോഫിറ്റ് കൂടും. ലോ റേറ്റിൽ കിട്ടുമ്പോൾ പ്രോഫിറ്റ് കൂടും. ബട്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം ഹൈ കോസ്റ്റ് ഓഫ് ഫിനാൻസ് ആണ്. നമ്മളിപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചതാണ്. സോ വിച്ച് മീൻസ് ദറ്റ് ദർ ഇസ് ഹയർ കോസ്റ്റ് ഓഫ് ഫിനാൻസ്. അങ്ങനെ ഹയർ കോസ്റ്റ് ഓഫ് ഫിനാൻസ് വന്നാൽ പ്രോഫിറ്റ് കുറയും. അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റോക്ക് പ്രൈസസും മനസ്സിലാക്കും. അപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് കുറയും, പ്രോഫിറ്റ് കൂടിയാലാണ് നമുക്ക് സ്റ്റോക്ക് പ്രൈസ് കൂടുന്നത്. അതുകൊണ്ട് അത് തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റോക്ക് പ്രൈസസും ക്ലിയർ ആയിട്ടൊരു എക്സാക്ട് കോറിലേഷൻ ഇല്ലെങ്കിലും ഒരു ഇൻഡയറക്റ്റ് വേയിൽ ഇത് എഫക്റ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ നമുക്കറിയാം, ദ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ ഇന്ന് വളരെയധികം എഫക്റ്റ് ചെയ്യും. ആൻഡ് ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ ഓഫ് പീപ്പിൾ ഡിമിനിഷ് ചെയ്യും, കുറഞ്ഞു വരും. അത് ഇങ്ങനെ പീപ്പിളിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞത് എന്താ സംഭവിക്കുക? ആ ഒരു കൺട്രിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിനോടുള്ള ഡിമാൻഡ് കുറഞ്ഞു വരും. അതിന് കൺസംഷൻ കുറയുമ്പോൾ കൂടുതൽ ഇൻഡസ്ട്രീസ് അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ വരുമ്പോൾ അത് കുറച്ചുകൂടി ഇൻഫ്ലേഷൻ ട്രെൻഡ്സ് ആണ് എക്കണോമിയിൽ വരുമ്പോൾ ആ പ്രൊഡക്ഷനും കുറയും. അങ്ങനെ വരുമ്പോൾ ഷെയർ പ്രൈസസും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനദർ മാക്രോ എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നതാണ് ദ ഇൻഫ്ലേഷൻ. ആൻഡ് ദ ഗവൺമെൻറ് ബഡ്ജറ്റ് നമുക്കറിയാം, ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഈ എക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ റവന്യൂ പറഞ്ഞു വരുന്നത് ഗവൺമെൻറ് ബഡ്ജറ്റാണ്. Even though deficit financing is used for infrastructure development in the economy, it may likely to create inflationary trends. അതായത് ഈവൻ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ് ഫിനാൻസിങ് വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ബട്ട് ആ ഒരു ഗവൺമെൻറ് ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കും. അതായത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ കൂടുതൽ ആ ഒരു സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഇൻഡസ്ട്രിക്ക്, അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയാണ്, നമ്മൾ പുതിയ ബഡ്ജറ്റിൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ പുതിയ ബ്രിഡ്ജസോ അല്ലെങ്കിൽ അങ്ങനെ അതുപോലെയുള്ള വലിയ കൺസ്ട്രക്ഷൻ പ്ലാൻസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രീസിന് ബൂമാണ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ സെക്ടർ ആണെങ്കിലും നമ്മുടെ IT സെക്ടർ ആണെങ്കിലും ഏതെങ്കിലും ഒരു സെക്ടറിന് കൂടുതലായിട്ട് അസിസ്റ്റൻസ് വരുന്നുണ്ടെന്ന് കണ്ടാൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം ഡെവലപ്ഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വഴിയിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഷെയർ പ്രൈസസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാങ്ക് സെക്ടറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ബാങ്കിങ് സെക്ടറിന് റിവൈവ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഡസ്ട്രീസും ബാങ്കിങ് സെക്ടറെല്ലാം അതിൻ്റെ എല്ലാം ഷെയർ പ്രൈസസ് ഇംപ്രൂവ് ആവും. അടുത്തത് പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പൊളിറ്റിക്കൽ ക്ലൈമറ്റ്.
ഒരു എക്കണോമി ബെറ്ററായി പെർഫോം ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സ്റ്റേബിൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ്. എന്നാൽ മാത്രമാണ് ഒരു ലോങ് ടേം എക്കണോമിക് പ്ലാൻ എല്ലാം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിന് മാത്രമാണ് എപ്പോഴും ഒരു ലോങ് ടേം എക്കണോമിക് പോളിസീസ് ഡെവലപ്പ് ചെയ്യാനും അതനുസരിച്ച് ഒരു കൺട്രീനെ ഈ ഗ്രോത്ത് എൻഷുർ ചെയ്യാനും പറ്റുള്ളൂ. സോ ദിസ് ഇസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് മാക്രോ എക്കണോമിക് ഫാക്ടർ. ദെൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ഈവൻ പ്രൈമറി സെക്ടർ ആയിട്ടുള്ള നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനും ഇൻഡസ്ട്രിയൽ സെക്ടറിനും ഗ്രോത്തിനും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. പ്രോപ്പർ വാട്ടർ ഫെസിലിറ്റീസ്, പവർ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ള ഒരു കൺട്രി വിൽ ഡെവലപ്പ് ഫർദർ. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ കമ്പനീസ് കൺട്രി പുരോഗമിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസും വിൽ ഡെവലപ്പ് ഫർദർ മോർ. ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആകുന്നു. ആൻഡ് ദീസ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ ബെനിഫിഷ്യൽ ടു ദ സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് നമുക്ക് നെറ്റ് റിസൾട്ട് വരുന്നത് ഈ ഷെയർ പ്രൈസസിലുള്ള ഒരു ഇൻക്രീസാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനും ആ ഒരു രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് അല്ല, ഇതെല്ലാം മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ്. എല്ലാ ഇൻഡസ്ട്രിയെയും എല്ലാ കമ്പനിയെയും ഒരേപോലെ ബാധിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത്. വിച്ച് ആർ ദേ? അഗ്രികൾച്ചർ growth, industrial growth, type of economy, business cycle, GDP, savings and investment, interest rate, inflation, government budget, political stability, as well as the infrastructure facilities. So these factors are very important which affect every industry. So what about the fundamental analysis? In short, we can say that the fundamental analysis means studying everything related to the economy. It may be the economic factors, industry factors, as well as the company factors. Thank you.